Hi dear students. Next നമ്മൾ ഷുവർ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റാർ സ്കീമ ഓർ സ്നോഫ്ലേക്ക് സ്കീമ ഡ്രോ ചെയ്യാനും ദെൻ അതിനകത്ത് നമ്മൾ വാട്ട് ആർ ദ OLAP ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യനിൽ തന്നെ ഡയമെൻഷൻ ടേബിൾസ് എല്ലാം തന്നിട്ടുണ്ടായിരിക്കും. സ്കീമ മീൻസ് നമുക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ഫാക്ട് ടേബിളും കാണും, ദെൻ ഡയമെൻഷൻ ടേബിൾസും കാണും. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡയമെൻഷൻ ടേബിൾ വരയ്ക്കാം, ദെൻ സെൻട്രലായിട്ടൊരു ഫാക്ട് ടേബിളും വരയ്ക്കാം. ദെൻ ഡയമെൻഷൻ ടേബിളിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട് വാല്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തനിയെ എഴുതേണ്ട വാല്യൂസാണ്. അതപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സപ്പോസ് ദാറ്റ് എ ഡേറ്റ വെയർഹൗസ് ഫോർ യൂണിവേഴ്സിറ്റി കൺസിസ്റ്റ് ഓഫ് 4 ഡയമെൻഷൻസ്. 4 ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്: ഡേറ്റ്, സ്പെക്ടേറ്റർ, ലൊക്കേഷൻ ആൻഡ് കീ. ദെൻ the two measures are count and charge, where charge is the fare that a spectator pays when watching a game on the given data. Spectator may be students, adults or seniors, with each category have its own charge rate. Student question is draw a star schema for the data warehouse. അപ്പോൾ ഡേറ്റ വെയർഹൗസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. അതിനെ സ്റ്റാർ സ്കീമയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡ്രോ ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് 4 ഡയമെൻഷൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ 4 ഡയമെൻഷനെ ബേസ് ചെയ്ത് നമ്മൾ ഡയമെൻഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ ഡേറ്റ്, സ്പെക്ടേറ്റർ, ലൊക്കേഷൻ, കീ. അപ്പോൾ 4 റെക്റ്റാങ്കുലർ ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്യുക. അതിനകത്തുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ മിക്കതിലും പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡേറ്റ് എടുക്കുവാണെങ്കിൽ ഡേറ്റ് ഐ ഡി ഫസ്റ്റ് ഇനിഷ്യലി എല്ലാ കേസിലും ഐ ഡി ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡേറ്റ് ഐ ഡി, ഡേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡേ കാണും, മന്ത് കാണും, ക്വാർട്ടർ കാണും, ഇയർ കാണും. ദെൻ സ്പെക്ടേറ്റർ എടുക്കുമ്പോൾ സ്പെക്ടേറ്ററിൻ്റെ ഐ ഡി, സ്പെക്ടേറ്ററിൻ്റെ നെയിം, ഫോൺ നമ്പർ, അഡ്രസ്, ദെൻ സ്റ്റാറ്റസ്, ചാർജ് റേറ്റ്. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ ആട്രിബ്യൂട്ട്സും എഴുതണമെന്നില്ല. മെയിനായിട്ടും ഐ ഡി, നെയിം, അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഗെയിമിൻ്റെ കാര്യം പറയുമ്പോഴും ഗെയിമിൻ്റെ ഐ ഡി, നെയിം, ഡിസ്ക്രിപ്ഷൻ, പ്രൊഡ്യൂസർ. ലൊക്കേഷൻ പറയുമ്പോഴും ലൊക്കേഷൻ്റെ ഐ ഡി, ഫോൺ നമ്പർ, സ്ട്രീറ്റ്, സിറ്റി, കൺട്രി, എക്സെട്ര. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്പെക്ടേറ്റർ, ഗെയിം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഐ ഡി അല്ലെങ്കിൽ നെയിം എന്ന് തന്നെ നെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതനുസരിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസും കൂടെ ആഡ് ഓൺ ചെയ്യാം. ദെൻ ലൊക്കേഷൻ്റെ കേസ് നമ്മൾ ലൊക്കേഷൻ്റെ ഐ ഡി, ദെൻ നമുക്ക് ലൊക്കേഷൻ സാധാരണഗതിയിൽ നമ്മൾ എഴുതുന്ന എന്താ ഫോൺ നമ്പർ അല്ലെങ്കിൽ അഡ്രസ്, സ്ട്രീറ്റ്, സിറ്റി, പ്രൊവിൻസ്, കൺട്രി എന്നൊക്കെ പറഞ്ഞെഴുതുക. ആ ഒരു ഫോമാറ്റിൽ പോവുക. ദെൻ ഡേറ്റിൻ്റെ കേസിൽ വരുമ്പോൾ ഇനിഷ്യലി ഡേറ്റ് ഐ ഡി, ദെൻ ഡേ, മന്ത്, ക്വാർട്ടർ, ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതുക, അല്ലെങ്കിൽ ഡേ, മന്ത്, ഇയർ എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലോർത്ത് വെച്ചേക്കണം. ആദ്യത്തെ എന്തായാലും ഐ ഡി ആയിരിക്കണം. രണ്ടാമത്തത് ഡേറ്റ് ആണെങ്കിൽ ഡേ, മന്ത്, ഇയർ. ലൊക്കേഷൻ ആണെങ്കിൽ സ്ട്രീറ്റ്, സിറ്റി, കൺട്രി എന്ന് എഴുതാം. ബാക്കിയുള്ളതിനെല്ലാം മിക്കതും ഐ ഡി, നെയിം എന്നൊക്കെ പറഞ്ഞുള്ള ഫോമാറ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഡയമെൻഷൻ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടൊരു തീം ടേബിൾ അല്ലെങ്കിൽ ഫാക്ട് ടേബിളാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫാക്ട് ടേബിൾ. ഇപ്പോൾ ഫാക്ട് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഫാക്ട് ടേബിളിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് വരുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡയമെൻഷൻ ടേബിൾസിൻ്റെ അകത്തെല്ലാം ഫസ്റ്റ് കീ, അതായത് പ്രൈമറി കീ, അതായത് ഡേറ്റ് ഐ ഡി, ദെൻ സ്പെക്ടേറ്റർ ഐ ഡി, ദെൻ ലൊക്കേഷൻ ഐ ഡി, ഗെയിം ഐ ഡി. സോ ഡയമെൻഷൻ ടേബിളിനകത്ത് വരുന്ന ആദ്യത്തെ ഐ ഡീസ് എല്ലാം നമ്മൾ എവിടെ ചേർക്കണം? ഫാക്ട് ടേബിളിനകത്ത് എഴുതണം. ദെൻ ഫാക്ട് ടേബിളിനകത്ത് 2 അല്ലെങ്കിൽ അഡീഷണൽ മെഷേഴ്സും കൂടെ വരും. ആ മെഷേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും: കൗണ്ട്, ചാർജ്. സോ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് മനസ്സിൽ വെച്ചിട്ട് ഈസി ആയിട്ട് സ്കീമ വരയ്ക്കാൻ പറ്റും. ഡയമെൻഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ ഡയമെൻഷനകത്തെല്ലാം ഫസ്റ്റ് ഐ ഡി, ദെൻ നിങ്ങളുടെ പ്രോപ്പർട്ടീസും കൂടെ ആഡ് ചെയ്യുക. ദെൻ ഈ ഫസ്റ്റ് ഐ ഡി എല്ലാം കൂടെ വെച്ച് കണക്ട് ചെയ്യുന്നതായിരിക്കും ഫാക്ട് ടേബിൾ. ഫാക്ട് ടേബിൾ അഡീഷണൽ ആയിട്ടുള്ള മെഷേഴ്സും ക്വസ്റ്റ്യനിൽ തന്നെ തന്നേക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ചോദിക്കുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ദ ബേസിക് ക്യൂബിയോ ഡേറ്റ്, സ്പെക്ടേറ്റർ, ലൊക്കേഷൻ ആൻഡ് ഗെയിം. വാട്ട് ആർ ദ സ്പെസിഫിക് OLAP ഓപ്പറേഷൻസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ഓർഡർ ടു ലിസ്റ്റ് ദ ടോട്ടൽ ചാർജ് പെയ്ഡ് ബൈ ദ സ്റ്റുഡൻറ്റ് സ്പെക്ടേറ്റേഴ്സ് അറ്റ് GM പ്ലേസ് ഇൻ 2010. സോ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം എന്നാണ്. അപ്പോൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ ആ സ്കീമിനെ OLAP സെർവറിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. എന്നിട്ടായിരിക്കും നമുക്ക് ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നത്. സോ സിംപ്ലി പറയുവാണെങ്കിൽ മെയിൻലി എല്ലാത്തിലും ആദ്യത്തെ കേസിൽ റോൾ അപ്പ് ഓപ്പറേഷൻസ് തന്നെയായിരിക്കും പെർഫോം ചെയ്ത്.
എൻ്റെ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ലാസ്റ്റ് സ്ലൈസ് ഓർ ഡൈസ് ഓപ്പറേഷൻ ആയിരിക്കും മെയിൻലി എല്ലാത്തിലും പെർഫോം ചെയ്യുന്നത്. ഇനിഷ്യലി റോളപ്പ് ഓപ്പറേഷൻസ്, ദെൻ ഫൈനലി സ്ലൈസ് ഓർ ഡൈസ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നിങ്ങൾക്ക് റോളപ്പ് ഓപ്പറേഷൻസും ലാസ്റ്റ് സ്ലൈസ് ഓർ ഡൈസ് ഓപ്പറേഷൻസ് മാത്രം ജസ്റ്റ് ഓപ്പറേഷൻ്റെ പേര് മെൻഷൻ ചെയ്താലും മതി. ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് എഴുതാൻ അഥവാ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻസിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. സോ ഹിയർ in this question, first operation should be performed is roll up on a date from date id to year. Date id നിന്ന് ഇയറിലോട്ട് റോൾ അപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ഈസ് റോൾ അപ്പ് ഓപ്പറേഷൻ പെർഫോംഡ് ഓഫ് ഗെയിം ഫ്രം ഗെയിം id to ആൾ. ഗെയിമിൻ്റെ എല്ലാ വാല്യൂസും കൂടെ നമ്മൾ റോളപ്പ് ചെയ്യുക മീൻസ് കോൺടാക്ട് ചെയ്യാം. Then third operation means roll up on location from location id to location name. Then fourth one is roll up on spectator from spectator id to status. So എല്ലാത്തിനും നമ്മൾ roll up ചെയ്തു. Okay. Then fourth one is dice operation perform ചെയ്യും with the status equal to students and location name equal to gm place and year equal to 2000 name. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ താഴ്ന്നിട്ടുണ്ടായിരിക്കണം സ്റ്റുഡൻസ് പേ ചെയ്യുന്ന എമൗണ്ടാണ് അറ്റ് 2010 ആൻഡ് ജി എം പ്ലേസ്. ഓക്കെ, അപ്പോൾ ജി എം പ്ലേസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ലൊക്കേഷനിൽ നിന്നായിരിക്കും കിട്ടുന്നത്. 2010 എന്ന് പറയുന്ന ഇയർ നമുക്ക് ഡേറ്റിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ദെൻ സ്റ്റുഡൻറ്റ് സ്പെക്ടേറ്റർ എന്ന് പറയുന്നത് നമുക്ക് സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞ ഇതിൽ നിന്നായിരിക്കും കിട്ടുന്നത്. സോ ഇത്രയും ഓപ്പറേഷൻസാണ് പെർഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് വി ആർ ഗിവൻ വിത്ത് എ ഡേറ്റ വെയർഹൗസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 dimensions: time, doctor and patient. Time, doctor and patient. And the two measures are count and charge, where the charge is the fee that a doctor charges a patient for a visit. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അതേ ഒരു മീനിങ് തന്നെയാണ് ഇതിൽ. ആട്രിബ്യൂട്ട്സിൽ മാത്രമേ ഡയമെൻഷൻസിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. സോ ഫസ്റ്റ് ഡ്രോ എ സ്കീമ ഡയഗ്രം ഫോർ ദി എബോവ് ഡേറ്റ വെയർഹൗസ് യൂസിങ് വൺ ഓഫ് ദ സ്കീമാസ്. നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് സ്റ്റാർ സ്കീമയാണ്. അപ്പോൾ സ്റ്റാർ സ്കീമിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ടൈമിന് ടൈമിൻ്റെ ഐ ഡി അല്ലെങ്കിൽ ടൈം കീ, ഡേ ഓഫ് ദ വീക്ക്, മന്ത്, ക്വാർട്ടർ, ഇയർ എല്ലാം കൊടുക്കാം. ദെൻ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറിൻ്റെ ഐ ഡി, നെയിം, അഡ്രസ്, ഫോൺ, ഇമെയിൽ ഐ ഡി. പേഷ്യൻ്റ് ആണെങ്കിലും പേഷ്യൻ്റ് ഐ ഡി, നെയിം, പേഷ്യൻ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ഫോൺ ഡീറ്റെയിൽസ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്തൊക്കെ പേഷ്യൻ്റ് ആകുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ചേർക്കേണ്ടി വരും, ഡോക്ടർ ആണെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടി വരും നിങ്ങൾക്കറിയാം. അത് വെച്ചിട്ടെങ്കിൽ എഴുതിയിരുന്നാൽ മതി. ഡേറ്റാബേസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ദെൻ നെക്സ്റ്റ് ഈസ് മിഡിൽ ഫാക്ട് ടേബിൾ. ഫാക്ട് ടേബിളിൽ ഫസ്റ്റ് ടൈം ഡയമെൻഷൻ ടേബിളിൽ നിന്ന് ടൈം കീ, ഡോക്ടറിൽ നിന്ന് ഡോക്ടർ ഐ ഡി, ദെൻ പേഷ്യൻ്റ് ഫ്രം പേഷ്യൻ്റ് ഐ ഡി, ദെൻ ദ അഡീഷണൽ മെഷേഴ്സ് ആർ കൗണ്ട് ആൻഡ് ചാർജ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റാസൊക്കെ വെച്ച് നമ്മൾ സ്റ്റാർ സ്കീമ കൺസ്ട്രക്ട് ചെയ്യുക. എല്ലാവർക്കും സ്റ്റാർ സ്കീമ അല്ലെങ്കിൽ സ്നോഫ്ലേക്സ് സ്കീമ ജസ്റ്റ് കറക്റ്റ് അല്ലെങ്കിലും ഒരു ക്ലോസ് ടു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രം എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് എ ബേസ് ക്യൂബോയിഡ്. What specific operations should be performed in order to list the total fee collected by each doctor in 2004? നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെയാണ്. ഫസ്റ്റ് റോൾ അപ്പ് ഫ്രം date to month to year, then slice for the year 2004, roll up from patient from individual patient to all patients, then slice for patient all, then get the list of total fee collected by each doctor in 2004. Okay, then third question query is to obtain the same list, what should be the SQL query that we write? നിങ്ങൾ SQL query പഠിച്ചിട്ടുള്ളതാണ്. ആ ക്വറീനെ ബേസ് ചെയ്തിട്ട് ആ SQL ക്വറിയും കൂടെ ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് എഴുതുക. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് സപ്പോസ് എ ഡേറ്റ വെയർഹൗസ് ഫോർ ബുക്ക് യൂണിവേഴ്സിറ്റി കൺസിസ്റ്റ് ഓഫ് ദ 4 dimensions: സ്റ്റുഡൻറ്റ്, കോഴ്സ്, സെമസ്റ്റർ ആൻഡ് ഇൻസ്ട്രക്ടർ. സ്റ്റുഡൻറ്റ്, കോഴ്സ്, dimension and instructor. Student, course, semester and instructor. And 2 measures are count and average grade. ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു സ്കീമ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻറ്റ് നമ്മൾ സ്റ്റുഡൻറ്റ് ഐ ഡി വരും, നെയിം വരും, അഡ്രസ്, മേജർ, സ്റ്റാറ്റസ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം. ദെൻ കോഴ്സ് എന്ന് പറയുമ്പോൾ കോഴ്സിൻ്റെ ഐ ഡി, നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ദി ഇൻസ്ട്രക്ടർ ഐ ഡി, ഇൻസ്ട്രക്ടർ നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ സെമസ്റ്റർ ഐ ഡി, സെമസ്റ്റർ നെയിം, ഇയർ.
ഇനി ഇവിടെ നമുക്ക് സ്നോഫ്ലേക്ക് സ്കീമയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയമെൻഷൻ ടേബിളിൽ നിന്ന് വേറൊരു ഡയമെൻഷൻ ടേബിളിനകത്തോട്ട് ന്യൂ ടേബിൾ ജനറേറ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് സ്നോഫ്ലേക്ക് സ്കീമയുടെ കേസിൽ മിക്കതിലും അഡ്രസ്സിനെയാണ് നമ്മൾ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഹിയർ ഫ്രം സ്റ്റുഡൻറ്റ് ടേബിൾ അഡ്രസ് ഈ സ്പ്ലിറ്റ് എഗെയിൻ ഇൻറ്റു അഡ്രസ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്ട്രീറ്റ് സിറ്റി, അതായത് നമുക്കൊരു ഡയമെൻഷൻ ടേബിളിനകത്തുള്ള ഒരു ആട്രിബ്യൂട്ടിനെ വീണ്ടും ഫർദർ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് ഒരു ടേബിളും കൂടി കൺസ്ട്രക്ട് ചെയ്യും. അതാണ് സ്നോഫ്ലേക്ക് സ്കീം. കുറച്ചുകൂടി നോർമലൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ദെൻ ഇതിൻ്റെ മെയിൻ ഐഡീസ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ ബിഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഫാക്ട് ടേബിൾ, സെൻട്രലൈസ്ഡ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ദെൻ starting with the base keyword, what are the operations to be performed to list the average grade of a CS courses for each university student. എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും? ഫസ്റ്റ് റോൾ അപ്പ് ഓൺ കോഴ്സ്, ദെൻ റോൾ അപ്പ് ഓൺ സ്റ്റുഡൻറ്റ്, ദെൻ ഡൈസ് ഓൺ കോഴ്സ്, ദെൻ ലാസ്റ്റ് ഡ്രിൽ ഡൗൺ ഓൺ സ്റ്റുഡൻറ്റ്. ഈ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യും. അപ്പോൾ ഈ ഓപ്പറേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ സ്കീമിനെ ഒലാപ് സെർവറിൻ്റെ ഫോമിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഓപ്പറേഷൻസ് എഴുതാൻ പറ്റൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്പറേഷൻസ് എഴുതാൻ ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് റോൾ അപ്പ് ഓപ്പറേഷൻ തന്നെയായിരിക്കും ഇനിഷ്യലി ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പറേഷൻ്റെ പേരെങ്കിലും എഴുതി വയ്ക്കണം. ഓക്കെ, താങ്ക് യു.